അമ്മേനെയും കൊണ്ട് വേബ്രിഡ്ജ് ഗാർഡൻ സെൻറ്റർ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മയുടെ വ്യൂവിലൂടെ എങ്ങനെ ഒരു ഗാർഡൻ സെൻറ്ററെ നോക്കി കാണാം, അമ്മ എങ്ങനെ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം കൂട്ടുകാരെ. ഇവിടെ വെച്ചിരിക്കുന്ന ചെടിയുണ്ട് തൊട്ടാവാടി. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് കളഞ്ഞ് നമ്മൾ ചെത്തിക്കളഞ്ഞ് മടുത്തു പോകുന്ന സാധനമാണ്. ഒരു വലിയ ആഡംബര വസ്തുവായിട്ട് വിൽക്കാൻ പറ്റില്ല. തൊട്ടിട്ട് വാടുന്നുണ്ട് കണ്ട. അയ്യോ എല്ലാം വാടിക്കോയി. പക്ഷെ ഭയങ്കര നൊസ്റ്റാൾജി ഇതൊക്കെ കാണുമ്പോൾ. തന്നെയല്ല നമ്മുടെ പിള്ളേർ ഇതൊന്നും കണ്ടിട്ടില്ല. അവരെ ഇതൊക്കെ കാണിക്കണം. അവർക്ക് ഇത് വലിയ കൗതുകം. അവര് തൊട്ടാവാടി എന്നൊക്കെ ചോദിക്കും നമ്മളോട്. നമ്പ്യാർ വട്ടം ഇത് കണ്ട, ഇത് നമ്മുടെ ഫാൻസ് ഉണ്ട്. നമ്മുടെ കുളിക്കട സാധനം ഭിത്തിയിലും എല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന സാധനം, പറിച്ചു കളയണ സാധനം. അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്തുണ്ടല്ലോ, ഈ ഭിത്തിയിലെല്ലാം ഈ കിരികിരാന്ന് ഒരുതരം ചെടി ഉണ്ടാവും. അത് കയറിയാൽ പിന്നെ നാശം. എപ്പോഴും ഇങ്ങനെ പടന്ന് ഇരിക്കുന്നത്. ആ സാധനത്തിന് ഇപ്പം ആമസോണിൽ 2-3 തണ്ടിന് 250 രൂപ 300 രൂപ വിലയാണ്. അല്ല, ആൾക്കാർ ഓരോ ബിസിനസ് ഉണ്ടാക്കുന്നതേ. നമ്മുടെ വീട്ടിലൊന്നും ഇതിന് ഒരു വിലയില്ല. നമ്മുടെ നാട്ടിലും എല്ലാവരും പറിച്ചും തോട്ടിലും അവിടെ ഇവിടെ കളഞ്ഞോണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്തുമാത്രം നിന്നതായിരിക്കും. നശിപ്പിച്ചുകൊണ്ടേ അമ്മ ഒരു കയറ്റുമതി ഇറക്കുമതിയൊക്കെ നടത്തിയതൊക്കെ. നല്ല രസമായിരിക്കും. ഈ ഇതാണെങ്കിൽ പോത്തസ്, അതാണെങ്കിൽ ആർക്കും വേണ്ടാതെ അത് അവിടെ എവിടെയും. അത് മണി പ്ലാന്റ് എന്നും പറഞ്ഞിട്ട്. മണി പ്ലാന്റ് പോത്തോസ് എന്നാണ് അതിന്റെ പേര്. ആണോ? പോത്തോസ്. പക്ഷെ ഇത് വീട്ടിലിരിക്കണ കണ്ടിട്ട് ആൾക്കാർ വരുന്ന എല്ലാരും പറിച്ചോണ്ട് പോകും. എന്നാന്ന് പറഞ്ഞാൽ ഇത് മണി കയറുന്ന പൈസ ഉണ്ടാവുന്നല്ലേ പറയണേ. പക്ഷേ ഇത് കാര്യമില്ല. ഇതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അമ്മ ഉണ്ടല്ലോടാ, ഇതിന് പിന്നെ നമുക്കൊരു സൂത്രം ചെയ്യാനുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ പിൻ 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 ഇങ്ങനെ 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 കെട്ടി പിന്നെ ഇതൊരുമാതിരി കൊമ്പ് മാതിരി അങ്ങനെയൊക്കെ ആക്കിയെടുക്കാം. ഇതിന് പലതരത്തിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ അമ്മ അവിടെ ചെയ്തിട്ടുണ്ടോ? അവിടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ അവിടെ ചെയ്യാനായിട്ട് അവിടെ എത്ര വർഷമായിട്ടേ നിൽക്കുന്നത്. എക്സ്പെൻസീവ്. പക്ഷേ ഇതൊക്കെ നല്ല ഗുണമുള്ള ചെടി എന്നും പോകത്തില്ല. ഇങ്ങനെ അതെ, ഇത് കണ്ടോ, ഇതിനെങ്ങനെ ചെയ്തില്ലേ ഈ സാധനത്തിന്. ഇത് ഒരു ബാമ്പു ചെടിയാണ്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളിലൊക്കെ വെച്ചാൽ നല്ല എന്നും ഗ്രീനി ആയിട്ട് വരും. ഈ സാധനത്തിനെ ഇങ്ങനെ വളച്ച് വെക്കുന്ന പോലെയാണ് ഇങ്ങനെ വളച്ച് ഏത് രൂപത്തിലേക്കും അതിനെ ആക്കിയെടുക്കും. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഹോബിയാണ് ഫുഡ് ഉണ്ടാക്കുന്നതും ചെടി നടുന്നതും ചെടി പരിപാലിക്കുന്നതും. അമ്മയ്ക്ക് വലിയൊരു ഗാർഡൻ ഉണ്ട് നാട്ടിൽ. നമ്മുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എൻ്റെ പിന്നെ ഞാൻ കടയുടെ വാതിക്കൽ ഒരു തണ്ട് കൊണ്ട് വെച്ചത് അത് ഇങ്ങനെ വലിയതായി. ഞാൻ അതിൻ്റെ ബുഷിയാക്കി കുത്തിരിക്കാം. ഈ ടി വിക്കകത്തും അതിൻ്റെ ഇതിനെയൊക്കെ കണ്ടിട്ട് ആൾക്കാർ കടയിൽ വന്ന് വരുന്നു, എൻ്റെ ഒരു തണ്ട് തരാമോ. ഇത് തന്നെ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ വെട്ടി കൊടുക്കും. പണ്ട് ഗാർഡൻ സെൻറ്ററിൽ നമ്മുടെ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല പല വിവിധ ഇനങ്ങളായിട്ടുള്ള ചെടികളും പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ. ഇപ്പം തുണിത്തരങ്ങളായി, ബാഗുകളായി, ചെരുപ്പായി, നമുക്കൊരു മിനി ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് കയറുന്ന പോലെയാണ്. പക്ഷേ എക്സ്പെൻസീവാണ്. മറ്റു കടകളെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവാണ്. വില അവിടെ കണ്ടോളൂ. തുണി ജസ്റ്റ് ഒരു തുണിയാണ്, അതിൻ്റെ വിലയാണ് 1200. ഇവിടെ റെഡ്യൂസ്ഡ് കിടപ്പുണ്ട് എന്തോ ഒരു സാധനം. നമ്മുടെ ഗാർഡൻ ഫർണിച്ചറുകളാണ് ഇതൊക്കെ. ഈ പില്ലോയുടെ സെറ്റുകളൊന്നും
പിന്നെ ഇത് ഈ ഇവിടെ മൊത്തം ഇതുപോലത്തെ ഇൻറ്റീരിയർ ഫർണിച്ചറുകൾ അവർ ആഡ് ചെയ്തു. ഇവിടെ നമ്മുടെ ഒരു അക്യൂറിയം ഒക്കെ ഉണ്ടമ്മേ, അമ്മ ഓർക്കണില്ലേ? അതൊക്കെ പുറത്തോട്ട് തള്ളിയായിരിക്കും. അവിടെ അവിടെ അതൊക്കെ ബേർഡ്സിന് കൊടുക്കാനമ്മേ. അരിയുണ്ട, അതെ അരിയുണ്ട പോലെ അവരുണ്ടാക്കിയേക്കണേ. എന്നിട്ട് അതൊരു അല്ല അവർ കൊത്തി 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 തിന്നോളും. വെളിയിലേക്ക് വെച്ചാൽ മതി, അവർക്ക് ഇതിലൊരു പണി വേണ്ടേ. ഇത് മൊത്തം ബേർഡ്സിന്റെ കൂടുകൾ. ഇതൊക്കെ ഇരുമ്പ് മറ്റേ വെളിയിൽ കൊണ്ടുപോയിട്ടിട്ട് തീ കത്തിച്ചിട്ട് നിന്റെ കടായിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ഒന്നും കിട്ടത്തില്ല. പക്ഷെ അത് എവിടെ ഇട്ടുണ്ടാക്കും? ആ, അടുപ്പുണ്ടാക്കണം. ഇതൊക്കെ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. എൻ്റെ അമ്മ നമ്മുടെ അടുപ്പെന്ന് പറയണത് ഈ മറ്റേ ഇൻഡക്ഷൻ അടുപ്പല്ലേ? പഠന ആവശ്യം. ഇതേ അമ്മ കണ്ട സാധനം ഇത്. അമ്മ ഓർക്കുന്നില്ലേ വേറൊരു കടയിൽ ചെന്നപ്പോ കണ്ടത്? എന്നാ അതിന് പറഞ്ഞേ? ബോർമ. ബോർമ. ഇതിനകത്ത് എവിടെ എന്നെ എഴുതിയേക്കുന്നേ? അല്ലേ, ഇതൊക്കെ മറ്റേ ഞങ്ങളുടെ ഹോമിലുണ്ട്. ഇത്രയും വലിപ്പമൊന്നും ഇല്ല കേട്ടോ. ഇത് ഇത്രയും ഈ മൂടിയൊന്നും അത്ര വലിയ ഭംഗിയായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതൊക്കെയാണ്. ഉണ്ടാ 500 പൗണ്ട്. 500 പൗണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാർബിക്യൂ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് കാണുന്ന മൊത്തം. ഗാർഡൻ ഡോറ്, ഗാർഡൻ വുഡിൻ്റെ പല പല സാധനങ്ങൾ. ഇതുപോലത്തെ വുഡുകളെല്ലാം കൂട്ടി കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ കായാനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ വേരിയിൽ. ചിലരൊക്കെ ഇപ്പോഴും ട്രഡീഷണലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ചിരാതുകൾ, പല പല ചിരാതുകൾ, വെറൈറ്റി ഷേപ്സും കളേഴ്സൊക്കെ ആയിട്ട്. എൻ്റെ ഒരു പവലിൻ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് രസമാണ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പരിപാടിയാണല്ലോ. ആയിട്ടുള്ള ചെടി നനയ്ക്കുന്ന അതെ, ചെടി നനയ്ക്കുന്ന സാധാരണ വാട്ടർ ക്യാൻ മുതൽ നമുക്ക് ഇലക്ട്രോണിക് രീതിയിൽ വരെ ചെടി നനയ്ക്കാൻ പറ്റുന്ന പല പല മെഷീൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെടി നനയ്ക്കാം, ഈസി ആയിട്ട് ചെടി നനയ്ക്കാം. ഇത് ബെന്നി എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. കിങ് കോങ് പാരറ്റ് ഫിഷാണ്. ഞാനിവിടെ 2020 തൊട്ട് ജീവിച്ചു തുടങ്ങാണ്. ഞാൻ എപ്പോഴും ക്യാമറയ്ക്ക് സ്മൈൽ ചെയ്യും. അതുപോലെ എൻ്റെ പിക്ചേഴ്സ് എടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. ആടാടാ ബെന്നിക്കുട്ടാ പോസ് ചെയ്ത് മടുത്തല്ലോ. അതല്ലേ അവരുടെ ക്ലീനേഴ്സ്. അതല്ലേ നമ്മുടെ നെമ്മു. ഈ മറ്റേ ക്രോഷറ്റ് അതാ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ഫിഷ് ഇതുപോലെ അത് ഒറിജിനൽ ആണോ? അത് ഒറിജിനൽ ജീവനുള്ളതാണോ? പവിഴപ്പുറ്റ് പോലെ ആണോ? കോറൽസ് എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ അത്? നല്ല അതൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി ആണല്ലോ. എന്നിട്ട് ആ മീന് 19 രൂപ എഴുതിയിട്ടുണ്ട്. അതിനാ മീൻ അവിടെ നിന്ന് മാറാത്ത മുന്നോട്ട് കയറി വന്നായിരുന്നു. കോറൽ കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കേവുണ്ട് അതിൻ്റെ മനസ്സിൽ.
ആൻഡമാനില് എന്നെ പതിനാന്നറിയാവോ, നമ്മള് കിലോമീറ്ററുകളോളം ഇതിനകത്തോട്ട് നടക്കണം. അത് അതിന് നമ്മൾ പേടിയാവോ ഇതിനകത്ത്? അല്ല, ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കില്ലേ, നല്ല വെളിച്ചമുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ചില സ്ഥലത്ത് നല്ല തിളങ്ങും. പിന്നെ പല പല രൂപങ്ങൾ നമുക്ക് തോന്നും, ഓരോ ദേവന്മാരുടെയും അങ്ങനത്തെയൊക്കെ ഓരോരോ രൂപങ്ങൾ. അതുപോലെ ഇത് ഉണ്ടായി വന്നേക്കുന്നത്. അമ്മ ഞങ്ങൾ കാണുന്നേക്കാളൊക്കെ ഒരുപാട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അത് കണ്ടു. പിന്നെ നമ്മൾ ഈ യൂറോപ്പിന് പോയപ്പോഴാണ് കിലോമീറ്ററെങ്കിലും ദൂരത്തിൽ ഇതിനുള്ളിൽ ഇങ്ങനത്തെ കോർണേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടിയാണ് അവർ കൊണ്ടുപോകുന്നത്. വണ്ടിയെ കൂടെ 7 കിലോമീറ്റർ ഇല്ലേ, ഇത്ര നടക്കാൻ പറ്റുമോ? അപ്പൊ അതിനകത്ത് മീനൊന്നുമില്ലേ? അപ്പൊ അത് കടലില് വളരണില്ല? അത് പണ്ടെങ്ങാണ്ട് അങ്ങനെ രൂപപ്പെട്ടതാണ്. ആ രൂപപ്പെട്ടതിനെ അവരിങ്ങനെ ഇതാക്കി മാറ്റി. അല്ല, അപ്പൊ അത് ജീവനുണ്ടോ അതിനപ്പം? അത് ജീവൻ പോയോ? അതിന്റെ ജീവൻ പോയതാ, ജീവനില്ല. ഇത് ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ വെള്ളം ഒഴുകി ഇങ്ങനെ രൂപത്തിലേക്കാണ് വരുന്നതാണ്. എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ കടലിനകത്താണ്? കടലിനകത്തല്ല, കരയിലാണ്. പണ്ടത് കടലിനകത്തായിരുന്നു, ഇപ്പൊ അത് കരയിലേക്കായി. അപ്പൊ അതിന് ജീവൻ പോയി കാണായിരിക്കും, പുറ്റു മാത്രമായിട്ടാണ്. എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വന്നോണ്ടിരിക്കുക മോളിൽ നിന്ന്. നമ്മൾ അണ്ടർഗ്രൗണ്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പം ഇതിന് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുക. ഈ വെള്ളം ഒഴുകി ഇതിന് വേറെ ഷേപ്പായിട്ട് മാറുവാണ്. വേണ്ട അതിനമ്മേ അതിൽ കൂടെ പോണ വേറൊരു സാധനം, പാമ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതും പവിഴപ്പറ്റാണോ? ഈശ്വര, കടൽപ്പാമ്പ് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണേ. വെള്ളത്തിനനുസരിച്ച് ആടുമല്ലേ? അമ്മ അങ്ങനത്തെ കണ്ടായിരുന്നോ? ഈ ലൈറ്റിന്റെ ആവശ്യമില്ല, ഇവര് തന്നെ ലൈറ്റ് എടുത്തിട്ട് ഈ പവിഴപ്പുറ്റ് ഇത് എനിക്ക് തോന്നുന്നു ഇത് രാത്രി ആകുമ്പോഴത്തേക്കും ഇതുപോലെ തെളിഞ്ഞു കിടക്കുമെന്ന് തോന്നുന്നു, ലൈറ്റ് കിടക്കുന്ന പോലെ. അങ്ങനെയാണോ അതേ ശരിക്കും ഇത് ഒരു ഗാർഡൻ സെന്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ചെടികളോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ പ്രതീക്ഷിക്കണുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കണ്ടു. ഇതിൻ്റെ തന്നെ സൈപ്രിയസ് കാർപ്പിയോ, ദ ഫാസ്റ്റ് ഗ്രോവിംഗ് പെഡിഗ്രി ഫിഷസ് ആർ ഈസിലി ടേംഡ്. ഒരു ഫിഷിന് 89 പൗണ്ട്, 3 എണ്ണത്തിനാണെങ്കിൽ 240. ഒരു ഫിഷിന് 89 പൗണ്ട്, 3 എണ്ണത്തിനാണെങ്കിൽ 240. ഒരു ഫിഷിന് 89 പൗണ്ട്, 3 എണ്ണത്തിനാണെങ്കിൽ കുഞ്ഞുമക്കള്. ഒരു ഫിഷിന് 89 പൗണ്ട്, ഒരു വലുതാവുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറിച്ചിടും. 240. സൈപ്പീരിയസ് കാർപ്പിയോ. പക്ഷെ ഈ അത് ഓരോ സെക്ഷൻ തിരിച്ചിട്ടേക്കും അമ്മേ. ഇത് തീരെ പൊടി, ഇത് കുറച്ചും കൂടെ വലുതാവുന്നത്. ഇത് കറാസിയസ്. ഇതൊന്നും മനസ്സിലാവില്ല, ഇങ്ങനത്തെ മീനുകളൊന്നും നമുക്ക് അവിടെ കടകളിലൊന്നും കാണാറില്ലല്ലോ. കറാസിയസ് ഓർട്ടസ്. ഓ, ആ മീനിന്റെ ഏറ്റവും ചെറിയ രൂപം ഇതാണമ്മേ. ഇതാണ് ഏറ്റവും ചെറുത്, അതിനടുത്തത്. അങ്ങനെ ആ ഫിഷ് അത്രയും വലിപ്പം വെച്ചു. എനിക്കിനി അത് അവര് വിൽക്കുമായിരിക്കും. പക്ഷെ കളറമ്മേ, സെയിം സാധനം തന്നെ. അമ്മ കണ്ട് പരിചയമുള്ള ഏതെങ്കിലും ചെടികൾ കാണുന്നുണ്ടോ? നല്ല ഒറിജിനാലിറ്റി അല്ലേ? അതുപോലെ തന്നെയാണ് താറാവ് കുഞ്ഞുങ്ങളും. അമ്മച്ചി ഇവിടുന്നാണ് ഇതൊക്കെ പറിച്ചോണ്ട് വന്ന് പറഞ്ഞു. ഇവിടെ ഗാർഡനൊക്കെ ഒരുപാട് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം അവര് നമ്മുടെ
Me two Oh, pixies. pixies. From my garden. Oh, good. Yes, they're going to go in my garden. So, but I You look so happy for buying this. and I'm buying myself this one Oh. to pick which one's the best one, which one really draws your eye. Yeah. And this is a little mole. That's a little mole. That is. And mole is my actual nickname. Oh. I was given that many years ago by my friends at school. Ah, Yeah, mole. My name is Marlene. Moline. Ah, And they could mole. say, I don't want to bother with Marlene. Oh, mole, because I was the littlest. So that is my nickname. So this is my nickname, and this is my little friend. അമ്മ പുള്ളിക്കാരത്തേക്ക് എന്നാ സന്തോഷം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുമാമേനെ പൊതിഞ്ഞ് കൊണ്ടു കിടക്കണമല്ലേ അത് കൊണ്ടു കിടന്നത് അത്. ബൈ ബൈ. അമ്മയ്ക്ക് വേണ്ട 2 എണ്ണം വാങ്ങിച്ചു കൊടുത്തു ഓൾറെഡി ട്രോളിയില്. അതായിരിക്കും അവര് വാങ്ങിച്ചു തന്നത്. ഇത് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കണത്. ഗാർഡനിലേക്കൊന്നും എനിക്ക് ഇറങ്ങാൻ സമയം കിട്ടണില്ല. തുമ്പുണ്ട്. എനിക്കിഷ്ടമില്ല കാണാൻ. എന്തോന്ന് അയാൾ മാത്രം ഇത്ര വലിയ സ്പെഷ്യാലിറ്റി ആക്ക്. ഒക്കെ പറയുന്നതിലേ ഇങ്ങനെ ഇയാളുടെ ഒരു വലിയ ഐശ്വര്യം വരുമെന്നൊക്കെ പറഞ്ഞ് ചില കടകളിൽ അവരുമായിട്ട് ആരാധനയുള്ള ഒരു ഇത് സമൂഹങ്ങളുണ്ട്, വിശ്വാസമുള്ളവരുണ്ട്. അതിനെ വാങ്ങിച്ചു വെക്കും ഈ ഒരു പ്രതിമ, ഇങ്ങനത്തെ ഫേസുള്ള സാധനം. ഭാഗ്യം കൊണ്ടുവരുന്ന ജീവി. വേണ്ട പിയർ, ആപ്പിള്. കായുണ്ട്, കാ പിടിച്ച് കിടക്കും എല്ലാം. ഇവിടുന്ന് അത് നട്ടത് ഒരു പ്രാവശ്യം ഉണ്ടായി അമ്മേ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. കാരണം ഞാൻ വെട്ടി കൊടുത്തിട്ടുള്ളൂ. ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഇതുപോലെ ഉണ്ടായി നിൽക്കണം അല്ലേ? പുളിയാ. ഏതാമ്മേ? അറിയില്ല, അതെന്തോ പഴം തോന്നില്ല കേട്ടോ. അതുകൊണ്ടല്ല നമ്മുടെ അപ്പുറത്തെ ഒരുപാട് കിട്ടുന്നത്. സാബസ് പറയാ. ഈ മരങ്ങളുടെയൊക്കെ പേര് തസ്മ എന്നാണ്. ട്രീഫൺ ഡിസ്സോണിയാന അന്റാർട്ടിക്ക. ഞാൻ ഈ മരത്തിൻ്റെ പേര് വായിച്ചതാ. ട്രീഫേൺസ്. ഓ, ട്രീഫേൺസ് അല്ലേ പ്രത്യേകത. എന്തായാലും വന്നതല്ലേ, വിൻഡോ ഷോപ്പിങ്ങിനെ വന്നേ. പിന്നെ ഞങ്ങൾ കുറേ പച്ചക്കറിയുടെ തൈ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബൈ ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.